തലസ്ഥാനത്ത് വീണ്ടും SFI KSU ഏറ്റുമുട്ടൽ. കാര്യവട്ടം ക്യാമ്പസിലും ശ്രീകാര്യം പോലീസ് സ്റ്റേഷന് മുന്നിലുമാണ് ഇന്നലെ രാത്രി SFI KSU പ്രവർത്തകർ ഏറ്റുമുട്ടിയത്. KSU ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ സാൻ ജോസിനെ ഇടിമുറിയിൽ പൂട്ടിയിട്ട് SFI പ്രവർത്തകർ അതിക്രൂരമായി മർദ്ദിച്ചെന്നും പരാതി. സംഘർഷത്തിനിടെ വിൻസെന്റ് MLAയ്ക്കും പരിക്ക്. കാര്യവട്ടം ക്യാമ്പസിലെ ഹോസ്റ്റലിൽ നടന്ന വിദ്യാർത്ഥി പീഡനത്തിലും സംഘടനത്തിലും അടിയന്തര റിപ്പോർട്ട് നൽകാൻ VC ഡോക്ടർ മോഹൻ കുന്നുമേൽ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി. കാര്യവട്ടം ക്യാമ്പസിലും ശ്രീകാര്യം പോലീസ് സ്റ്റേഷന് മുന്നിലുമാണ് ഇന്നലെ രാത്രി SFI KSU പ്രവർത്തകർ ഏറ്റുമുട്ടിയത്. സംഘർഷത്തിനിടെ വിൻസെന്റ് MLAയെ SFI പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. ഏറ്റുമുട്ടലിൽ ഒരു KSU പ്രവർത്തകനും പോലീസുകാരനും പരിക്കേറ്റിട്ടുണ്ട്. KSU ജില്ലാ നേതാവിനെ ഇടിമുറിയിലിട്ട് SFI പ്രവർത്തകർ മർദ്ദിച്ചെന്നാരോപിച്ചാണ് സംഘർഷം ഉടലെടുത്തത്. ഇന്നലെ രാത്രി കാര്യവട്ടം ക്യാമ്പസിലാണ് സംഘർഷങ്ങൾക്ക് തുടക്കം. ക്യാമ്പസിലെ വിദ്യാർത്ഥിയും KSU ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ സാൻ ജോസിനെ ഇടിമുറിയിൽ പൂട്ടിയിട്ട് SFI പ്രവർത്തകർ അതിക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി. മർദ്ദിച്ച SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് KSU പ്രവർത്തകർ ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. ഇവിടേക്ക് SFI പ്രവർത്തകർ കൂടി എത്തിയതോടെ ഇരുവിഭാഗവും ചേരിതിരിഞ്ഞ് പോർവിളിയിലേക്ക് നീങ്ങി. സംഘർഷത്തിനിടെ KSUവിന്റെ മാറിവാന്യൂസ് കോളേജ് യൂണിറ്റ് സെക്രട്ടറി ആദിനാഥിനും CPO സന്തോഷിനും പരിക്കേറ്റിട്ടുണ്ട്. അതേസമയം കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷം ആസൂത്രിതമായിരുന്നുവെന്ന് SFI ആരോപിക്കുന്നു. കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസിലെ ഹോസ്റ്റലിൽ നടന്ന വിദ്യാർത്ഥി പീഡനവും സംഘടനവും അന്വേഷിച്ച് അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ ഡോക്ടർ മോഹൻ കുന്നുമേൽ രജിസ്ട്രാർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.